സിസോ ഹെയർ കളർ ജനകീയ കോടതി. ജനം, ജനാധിപത്യം, ജനകീയ കോടതി. ചില തുറന്നു പറച്ചിലുകൾക്കുള്ള വേദിയാവുകയാണ് ഈ അധ്യായം ജനകീയ കോടതി. ജനകീയ കോടതിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സിസോ ഹെയർ കളർ ജനകീയ കോടതി, പവർഡ് ബൈ വിൻകോസ്. സിസോ ഹെയർ കളർ ജനകീയ കോടതി, പവർഡ് ബൈ വിൻകോസ്. ഷക്കീലയുമൊത്ത് രണ്ടാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതൊരു സോഫ്റ്റ് പോൺ മൂവിയാണ് എന്ന് തിരിച്ചറിവ് എപ്പോഴാണ്? ഇവർ പറയും, ഒരു കഥ പറയും, അതിനെ ഫിലിം ലാസ്റ്റിൽ പറയും ഒരു കുളി സീന്, പിന്നെ അല്ലെങ്കിൽ ഒരു ഫാന്റസി ബെഡ്റൂം സീന് വേണമെന്ന്. ആൽക്കഹോളിക് ആണ്. ലാസ്റ്റ് നൈറ്റ് ഐ ഡിഡ്ന്റ് ഡ്രിങ്ക്. ബട്ട് യു ലവ് ആൽക്കഹോൾ. ഐ ലവ്. എനിക്ക് സങ്കടമുണ്ട് ഷക്കീലയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നതിൽ. പക്ഷെ ഷക്കീലയ്ക്ക് അത്രയും സങ്കടമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. താൻ ചെയ്യുന്ന റോള് അത് സമൂഹത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ഷക്കീല ഒരിക്കലും ഓർത്തില്ല. ഞാൻ ചെയ്യുന്നത് അഡൾട്ട് മൂവിയാണ്. So it's after 18. After 18 everybody knows what sex is and whatever it is. ആരായിരുന്നു ഫാമിലിയിൽ ഏറ്റവും സപ്പോർട്ട് ഉണ്ടായിരുന്നു? Just give them money. പൈസ മാത്രം മതി. Everybody wanted only money except for the Salim idiot. ആൾക്കാർക്ക് ഷക്കീല ഒരു സെക്സ് ബോംബാണ്. Why not? Who will be a sex bomb for 20 bloody years? സ്വന്തം ശരീരം സെയിൽ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. Yes, definitely, lot of times. അമ്മയ്ക്കറിയാമായിരുന്നു. Yeah. ഇതൊക്കെ പാപമാണ്. What to do? Give me another way. പോസ്റ്ററുകൾ വന്നു തുടങ്ങുന്ന സമയത്ത് ഫാമിലി മെമ്പേഴ്സ്, പ്രത്യേകിച്ച് അച്ഛൻ, അമ്മ പറഞ്ഞിട്ട് ഷക്കീല നീ ഇനി ഇതിന് പോണ്ട, അങ്ങനെ ആരെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിൽ പോപ്പുലറായ ഏതെങ്കിലും ആർട്ടിസ്റ്റുകളോട് ലവ് തോന്നി? അത് വേണ്ട. അത് വേണ്ട. ഷക്കീല എന്ന നടി ചെയ്ത സിനിമകൾക്കൊന്നും കഥയൊന്നുമില്ല. എന്താണ് സ്റ്റോറി ലൈൻ? ഏത് ഫിലിം, ആ ഫിലിമിൽ ഏത് ഷോട്ടും ഇല്ല. സം ഗേൾസ് ആർ കമ്മിങ് ന്യൂഡ്, സം ഗേൾസ് ആർ കമ്മിങ് ഹാഫ് നേക്കഡ് ആൻഡ് ദേ ആർ ഡൂയിങ് ഇറ്റ്. ഇത് വേർ ഇസ് മൈ മിസ്റ്റേക്ക്? മൊത്തം ഇപ്പോൾ ലൈഫിൽ ഒരു ടോട്ടൽ ട്രാൻസിഷൻ വരുന്നു എന്ന് തോന്നുന്നു. യു ഹാവ് എ ലോട്ട് ഓഫ് മണി എന്ന് കരുതുക. ഇതൊക്കെ മാറി പുതിയ മെയിൻ സ്ട്രീം മൂവിയിലേക്ക് വന്നു. ഛോട്ടാ മുംബൈ അല്ലേ? മോഹൻലാലിനെ ഇഷ്ടമാണ്. ഓ, മമ്മൂട്ടി, മറുമലർച്ചി ഫിലിം അല്ലേ? മമ്മൂട്ടി, മോഹൻലാൽ ചേട്ടാ, ഐ ലവ് ഹിം സോ മച്ച്. ലവ് ഹിം. ഐ ആം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഹിം. ഇങ്ങനൊരു ഇമേജിൽ നിന്ന് ഷക്കീലയ്ക്ക് എപ്പോഴെങ്കിലും രക്ഷപ്പെടണം എന്ന് തോന്നിയിട്ടുണ്ടോ? അതല്ല ഈ ഇമേജിന് എന്താ കുഴപ്പമെന്നാണോ ഷക്കീല ചോദിക്കുക? എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. പീപ്പിൾ, ഡയറക്ടേഴ്സ് ഹു വാണ്ട്സ് ടു കാസ്റ്റ് മീ, അവർക്കാണ് കുഴപ്പം. എന്നെ എവിടെ നിർത്തണമെന്ന് അത് അവരുടെ പ്രോബ്ലമാണ്. കിനാര തുമ്പിയൊക്കെ വന്നതിന് ശേഷം മലയാളികളിൽ ചിലരെങ്കിലും ഷക്കീലയുടെ ഫാൻസ് ആയിട്ടുണ്ട്. എനിക്കൊന്ന് ടൈറ്റിലിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ രാത്രികാല ജീവിതങ്ങളിൽ ഭാഗമായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് ആത്മകഥ വിറ്റഴിച്ചത്. ഷക്കീലയുടെ ആത്മകഥ അർഷാദ് ബത്തേരി എഴുതിയത്. അതിലൊരു വാചകമുണ്ട്, ഞാൻ വായിക്കാം, മനസ്സിലാക്കി തരാം. കൗമാരക്കാരനെ പോലെ 70 വയസ്സുകാരനും എന്നെ നോക്കും. എനിക്കതിലൊന്നും പ്രശ്നമില്ല. കാരണം ഞാൻ അറിയപ്പെട്ടത് ഇത്തരം സിനിമകളിലൂടെയാണ്. ബിക്കോസ് ഓഫ് സച്ച് മൂവി I became known. എൻ്റെ അഭിനയമല്ല, ശരീരമാണ് അവർ കാണാൻ വരുന്നത്, വ്യൂവേഴ്സ്, പ്രേക്ഷകർ. മലയാളി ക്രൂരനാണ് എന്നൊന്നും ഞാൻ പറയില്ല. ദേ ആർ നോട്ട് ക്രൂവൽ. മലയാളി ക്രൂവൽ ഒന്നുമല്ല. അവർ അതിബുദ്ധിമാന്മാരാണ്. അവർ ടു ഇൻ്റലിജൻ്റ് ആണ്. എന്നെ കൊണ്ട് അഭിനയിപ്പിച്ച് അതിൽ സെക്സ് മാത്രം കാണാനാണ് അവർക്കിഷ്ടം. പ്രേക്ഷകരെ കാണിക്കാൻ സെക്സ് അല്ലാതെ മറ്റൊന്നും അവർക്ക് വേണ്ടത്രേ. മലയാളി യുവാക്കളുടെ വികാരമുണ്ടാവുന്നതിന് വേണ്ടിയുള്ള ഒരു ശരീരം മാത്രമാണ് ഞാൻ. എന്നിലെ നടിയെ അവർക്ക് വേണ്ട. ഇതൊരു സങ്കടമാണ്. അത് ഒരു യഥാർത്ഥം. സങ്കടമൊന്നുമില്ലല്ലോ. ദിസ് ഈസ് ട്രൂത്ത്. ഷക്കീല ഒരു ബേസിക്കലി ഇപ്പോഴും ഒരു നടിയാണ്. പക്ഷേ ആൾക്കാർക്ക് ഷക്കീല ഒരു സെക്സ് ബോംബാണ്. യെസ്. പ്രൗഡ് ഓഫ് ബീങ് എ സെക്സ് ബോംബ്? Why not? Who will be a sex bomb for 20 bloody years? Can you tell me? So after Silk Smita, her name is
ever known, evergreen till now. And after her, it's only me for 20 years now. ഫസ്റ്റ് സിൽക്ക് സ്മിത മരിച്ചു എന്നറിയുമ്പോൾ, സൂയിസൈഡ് ചെയ്തു എന്നറിയുമ്പോൾ അതെവിടെ വെച്ചായിരുന്നു? എന്തായിരുന്നു റിയാക്ഷൻ? Nothing. I felt sorry. Friends ഇല്ല, ഒരു ഹായ് പോലും അവർ പറയില്ല ഹോൾ ദ ഷൂട്ടിംഗ്. അതുകൊണ്ട് ഐ വാസ് നോട്ട് ഫീലിംഗ് ബാഡ്. ഐ ഫെൽറ്റ് സോറി, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഒരു ക്ലോസ് റിലേഷൻ ഫിലിമിൽ ബാക്കി കോ ആക്ട്രസുമായിട്ട് ഷക്കീലയ്ക്കില്ലേ? ഉണ്ടായിരുന്നു. നല്ല കമ്പനികൾ, കൂട്ടുകാർ, പെൺകൂട്ടുകാർ. They were all there. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ എക്സ്പെക്ടിങ് സംതിങ് ഓർ ദി അതർ ഫ്രം മീ. ഇപ്പം ഞമ്മ ദേ കോൾ മീ ഫോർ സം റീസൺ. They will want anything or something. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വിളിക്കൂ. യെസ്. അല്ലേ? ഒറ്റയ്ക്കൊരു കൂട്ടായിട്ടിരിക്കാൻ വരാറില്ല. ഇല്ല. എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ അവരുടെ അടുത്ത് പോകാനുള്ള ഫ്രീഡവും ഇല്ല. അങ്ങനെ ഞാൻ പോവില്ല. എൻ്റെ ഒരു ചെറിയ വീടാ, ഡബിൾ ബെഡ്റൂം ഫ്ലാറ്റാ. ദാറ്റ് ഇസ് മൈ പാലസ്. ഐ വാണ്ട് എവറിബഡി ടു കം ദെയർ. ഐ ഡോണ്ട് ഗോ ടു ദെയർ ഹൗസ്. ഐ ഹാവ് വൺ ഹാബിറ്റ് ലൈക്ക് ദാറ്റ്. സ്ഥിരമായി വീട്ടിൽ വരുന്ന ആരിയ്ക്കുമ്പോഴാണ് കൂടുതൽ കംഫർട്ടബിൾ ആവുന്നത് ഷക്കീല? വീട്ടിൽ ആരും ഇല്ലാത്തപ്പോഴാ. ആരും ഇല്ലാത്തപ്പോൾ ഒറ്റപ്പെടൽ ഇപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി. അതെ, അതെന്താണെന്നറിയില്ല. സ്പിരിച്വലായി തുടങ്ങി. I've become a little bit because now I pray, my prayers are being answered. I don't know whether, I never pray for myself. I have nothing to pray for because if I have a child, I can say, okay, God, I have to be alive because of the child. Anganonnulla. But if you tell me my problem, I'll take an initiative and I'll say, I pray for you. This will work out. Tomorrow morning you'll tell me. Okay. I bet. ഒരു 23 ഏജ് ഉള്ളപ്പോഴാണ് കിന്നാര തുമ്പി ആക്ട് ചെയ്യും, 22-23. പക്ഷെ ആ ഫിലിം കണ്ടിട്ട് 15-16 വയസ്സുള്ള കുട്ടികൾ, 18 വയസ്സാണ് അഡൽട്ട് മൂവിക്ക് എൻട്രി ടിക്കറ്റെങ്കിലും, കാണുന്നു. ഷക്കീലെ അവരുടെ ഫിസിക്കലായിട്ട് ഷക്കീലെ എൻജോയ് ചെയ്യുന്നു, അവരാർത്ഥത്തിൽ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട്. ഇത് ഷക്കീലയ്ക്കൊരു എപ്പോഴെങ്കിലും ഒരു ബാഡ് ഫീലിംഗ് എപ്പോഴെങ്കിലും തന്നിട്ടുണ്ട്? ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അവർക്ക് വേണ്ടിയല്ലേ ഫിലിം ചെയ്തത്. എനിക്കിത് ഓഫർ വന്നതാ, എൻ്റെ പ്രോബ്ലം വേണ്ടി ഞാൻ ചെയ്ത ഫിലിമാ. അത് അവിടെ ഉണ്ടല്ലോ 18 years and above adults ആണ്. നിങ്ങൾ എന്തിനാ പോയത്? So whose fault is that? അല്ലേ? ഷക്കീലയുടെ പ്രൊഡ്യൂസേഴ്സിൽ പലർക്കും ഷക്കീല പാലസ്, ഷക്കീല മൻസിൽ എന്നൊക്കെ പലരും ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് പേരിട്ടിട്ടുണ്ട്. അവർ കുറേ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഷക്കീല വെച്ച്, കാതര ഈ പറയുന്ന സിനിമകളിൽ. അവരുമായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഷക്കീല എപ്പോഴെങ്കിലും വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തു? No. എല്ലാവരും പൈസ കൃത്യമായി തന്നിട്ടുണ്ടോ? ചെക്ക് ബൗൺസ് ആയിട്ടില്ല? കുറേ ആയി. കൃത്യമായി തന്നിട്ടുണ്ടോന്ന് വെച്ചാൽ റെഗുലർലി പേ ചെയ്തോ? നോ. കുറേ പറ്റിച്ചോ? യാ. ഒരു സിനിമയിൽ അഭിനയിക്കാൻ എന്ന് പറഞ്ഞു വിളിച്ച് ഒരു 3 films എടുക്കും. 3 films ഒരുമിച്ച് എടുക്കും. എങ്ങനെ എടുക്കും? ഇല്ല, എനിക്കറിയില്ല. കഥ പറയണ്ടേ? കഥ പറയും. പിന്നെ ഇപ്പോൾ ഐ എം ഡൂയിങ് 3 or 4 films in a day. അപ്പോൾ ഇവിടെ വെച്ച് ചെയ്യുമ്പോൾ ആക്ച്വലി ഐ എം നോട്ട് വെരി ഫ്ലുവൻറ്റ് വിത്ത് മലയാളം. ഇപ്പോൾ ഒരു സീൻ പറയും, നെക്സ്റ്റ് ഒരു സീൻ പറയും, ഇതിലെ കണക്ഷൻ അവർ എന്തോ ഒരു സീൻ പറയും. ഐ ഹവ് ഗിവൻ യു ഓൺലി 2 days. അതിൽ കംപ്ലീറ്റ് ആയാൽ മതി. ഐ ഡോണ്ട് മൈൻഡ് വാട്ട് യു ആർ ടേക്കിങ്. സോ അന്ന് ലേറ്റർ ഓൺ യു കം ടു നോ ദാറ്റ് ദിസ് ഇസ് ദേ ഹവ് ഡൺ ദിസ് ഡ്രസ് ഐ വോർ ഇറ്റ് ദാറ്റ് ഡേ. ഇവർ ഇത് വേറെ ഫിലിം ചെയ്തു. അങ്ങനെ ഈ ആക്ട് ചെയ്യുന്ന സമയത്ത് ക്യാരക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യില്ലേ? ഡെഫിനറ്റ്ലി അതൊക്കെ സ്റ്റഡി ചെയ്യും. പക്ഷേ ഇപ്പോൾ അവർ പറയും, നമുക്കറിയില്ലല്ലോ. സഡൻലി ദിൽ കം ആൻഡ് ടെൽ മീ ഇതിലെന്ത് ഈ സീന് അങ്ങനെ ഒരു സീൻ കണക്ട് ആവുമെന്ന്. അപ്പം ഞാൻ അത് ചെയ്തു പോകും. പക്ഷെ പിന്നീട് അറിയും ഇത് വേറെ സിനിമകളായി. അപ്പോൾ വിളിച്ച് ചോദിക്കില്ലേ അവരോട്? ഇവർ ആ നമ്പറും ഉണ്ടാവില്ല. ആ നമ്പറിൽ ഉണ്ടാവില്ല, പറ്റിച്ചു പോകും. അതെ, അതുകൊണ്ടാണ് ഞാൻ ഒരു 6 months മാത്രം കേരളത്തിൽ വർക്ക് ചെയ്തു. ഇതെല്ലാം പിടിച്ചു. ഇവർ ഇന്നൊരു പ്രൊഡ്യൂസറായിരിക്കും, 4 വേറെ പ്രൊഡ്യൂസറായിരിക്കും, 4 മറ്റും ആരും കാണില്ല. എനിക്ക് എങ്ങനെ തിരിച്ച് ചെന്നൈ പോകുന്നു പോലും അറിയില്ല. ഇതൊക്കെ പിടിച്ചാൽ ഞാൻ പറഞ്ഞു ചെന്നൈയിലെ ഷൂട്ടിംഗ് വെക്കണം. യു വാണ്ട് മീ കം ടു ചെന്നൈ. സോ 1 year ഐ വാസ് ഷൂട്ടിംഗ് ഇൻ ഓൺലി ചെന്നൈ. ഐ എം നോട്ട് കമ്മിങ് ടു കേരള. ഓക്കെ, ഫൈൻ. നിലവിലിപ്പോൾ ഒരു ഫുൾ ടൈം മൂവി അല്ലെങ്കിൽ നേരത്തെ അഭിനയിച്ച സിനിമകൾക്കുള്ള സാധ്യത ഇപ്പോഴില്ല. പല രീതിയിൽ ഇത്തരം സിനിമകൾ ആളുകൾക്ക് അവൈലബിൾ ആണ്. ഷക്കീലയ്ക്ക് ഇപ്പോഴും കോൺഫിഡൻ്റ് ആണോ? നല്ല കോളുകൾ, ഐ മീൻ മെയിൻ സ്ട്രീം ഫിലിമിൻ്റെ ഭാഗമാകാൻ ഷക്കീലയ്ക്ക് പറ്റും? കോൾസ് വരാറുണ്ടോ മെയിൻ സ്ട്രീം ഫിലിമിൻ്റെ ഭാഗമാകാൻ? യെസ്, വിളിക്കാറുണ്ട്. ഐ എം ഡൂയിങ് വെരി നൈസ് റോൾസ് ഇൻ തെലുഗു. കന്നഡത്തിൽ നല്ല റോൾസ് ഉണ്ട്. ഒപ്പം തന്നെ റിയാലിറ്റി ഷോ ഹോസ്റ്റ്, ഏതൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുകയും ചെയ്തു, ബിഗ് ബോസ് കന്നഡ. ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഗുഡ്, വെരി ഗുഡ്. നമ്മൾ ആ പുസ്തകത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് കുറ്റബോധമില്ല, ദുഃഖമുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തിനാണ് ദുഃഖം?
സി ഓൾ ദിസ് ഹാപ്പൻഡ് ഒരു കാര്യം പറയട്ടെ, കുറ്റബോധമില്ല ഇൻ ദ സെൻസ് Guilt അല്ല. ഗിൽട്ട് അല്ല. കാരണം Family support ചെയ്തു. യെസ് ഐ സപ്പോർട്ടഡ് മൈ ഫാമിലി. അതിന് ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. വേർ ഐ ഫെൽറ്റ് സാഡ് വാസ് നാനായിൽ അവർ എന്നെ ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ പറഞ്ഞു ഫാമിലി ഫോട്ടോ വേണമെന്ന്. അപ്പോൾ ആരും വന്നില്ല എക്സെപ്റ്റ് ഫോർ മൈ യങ്ങർ ബ്രദർ, മൈ എൽഡർ ബ്രദർ, അമ്മ. അപ്പോൾ ഇത് ഷക്കീലയുടെ പൈസ കൊണ്ട് ജീവിച്ച് രക്ഷപ്പെട്ടു പോയ ഷക്കീലയുടെ ഫാമിലിയിലെ ആരും ഒരു ഫോട്ടോയ്ക്ക് പോലും വന്നില്ല. സോ അവിടെയാണ് എനിക്ക് ഇതെല്ലാം മനസ്സിലായാൻ തുടങ്ങി. ഓക്കെ, ദീസ് പീപ്പിൾ ആർ യൂസിങ് മീ, ടേക്കിംഗ് മീ ഫോർ ഗ്രാൻറ്റഡ് എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ മുതൽ എനിക്ക് ആ സുഖമുണ്ട്. പക്ഷെ ഷക്കീലയുടെ ഫാമിലിയിൽ ഷക്കീല മാത്രമാണ് പൈസയ്ക്ക് വേണ്ടി ശരീരം വിൽക്കാൻ പോയത്. അതെ, സിസ്റ്റർ പോയിട്ടില്ല. അങ്ങനെ ഒരാളെ അവർക്ക് ഫാമിലിയിൽ കൂട്ടാൻ ബുദ്ധിമുട്ടായി. അത് പോകാൻ പാടില്ലായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിരുന്നു? ഇവർക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് ഇല്ല. ഐ മേഡ് എ ബിഗ് മിസ്റ്റേക്ക് ഇവർക്ക് വേണ്ടി പോയത്. സ്റ്റിൽ യു ബിലീവ് ദാറ്റ് ഇറ്റ്സ് എ മിസ്റ്റേക്ക്? ഇപ്പോൾ മിസ്റ്റേക്ക് ആണെന്ന് കരുതുന്നു? See, what happened is already happened. You can't change over it at all. So I don't want to be fake enough telling that, ayyo, first of all, I would have said, no, I'm not like that. Me too problem illa, satyathna illa. So idu poyenna poi. Pache idu, it was a past. Okay, but I'm feeling bad and sad. I should have not done this, at least for this family. Ippo adda I'm feeling bad. മറ്റാർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്നേഹം ഉണ്ടാകുമായിരുന്നു. സ്നേഹം ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് ഒരു പ്രോബ്ലം ആർക്കെങ്കിലും സോൾവ് ആയിരിക്കും, അറ്റ്ലീസ്റ്റ് ഒരു കട വയ്ക്കാൻ ഒരു ഹെൽപ്പ് എന്തെങ്കിലും ഇവർക്ക് ചെയ്തല്ലേ. ഇതാ ദിസ് ഇസ് മൈ മിസ്റ്റേക്ക്. സങ്കടം വരുമ്പോൾ, പെയിൻ വരുമ്പോൾ അമ്മ എന്ന് തന്നെയല്ലേ വിളിക്കാറ്? ഓർ യുവർ മമ്മി കൃപ? മമ്മി ഈസ് ക്ലോസസ്റ്റ്, ക്ലോസർ ദാൻ അമ്മ. യെസ്, I love my mommy. മമ്മിക്ക് എല്ലാം അറിയാം. എല്ലാം അറിയാം. Want to get settled with your kids? Yes, I have a granddaughter, I have a grandson who call me Ajji. So in front of them, me drinking itself is a problem. Like, Ajji, why? No, tonight. Ajji is some tension, okay? Tonight only. ഒരു അമ്മ ഫീലിംഗ് വരുന്നുണ്ട്. അമ്മ, grandmother feeling. ഗ്രാൻഡ് ഫീലിംഗ് വരും. Yeah, sorry, sir. Only today. Promise, not today. Promise. അങ്ങനെ ആയിപ്പോയി ലൈഫ്. സോ ഇവിടെ മുമ്പ് വെച്ച് ഇതൊക്കെ നോ മാൻ, ദാറ്റ്സ് നോട്ട് മീ. ഓക്കെ, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഏതോ ഒരു ഇൻ്റർവ്യൂവിലോ ടി വി ഷോയിലോ മലയാളത്തിൽ വരുമ്പോൾ ഛോട്ടാ മുംബൈയുടെ പ്രൊഡ്യൂസർ മണിയൻ പിള്ള രാജുവിന് ലവ് ലെറ്റർ കൊടുത്തു എന്ന് കേട്ടു. അവർ എനിക്ക് കൊടുത്തോ? നിങ്ങൾ അവർക്ക് കൊടുത്തു? നോ വേ. വാട്ട് ഇസ് ദിസ്? ഐ കനോട്ട് ഫർഗെറ്റ് ഹിം അറ്റ് ഓൾ ഫോർ ദ ഹെൽപ്പ് ഹി ഡിഡ്. എൻ്റെ അമ്മ സുഖമില്ലാതപ്പോൾ അവരാ എനിക്ക് അഡ്വാൻസിൽ പേ ചെയ്തത്. സോ ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് എനിക്കുണ്ട് അവരുടെ മേലെ. പക്ഷെ നോ, വാട്ട് ആർ യു ടോക്കിംഗ് ലവ് ലെറ്റർ? ഐ ഹാഡ് മൈ ബോയ് ഫ്രണ്ട് ബോസ് ദെൻ. അവൻ എന്നെ കൊന്നു കളിയായിരുന്നു. ബോസ്. ഓക്കെ, യു ബോൺ ഇൻ എ മുസ്ലിം ഫാമിലി. ഒരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയാണ് ജനിച്ചത്. പക്ഷേ ഓർത്തഡോക്സ് ഫാമിലിക്ക് ചിന്തിക്കാൻ പറ്റാത്ത വഴികളിലൂടെ സഞ്ചരിച്ചു. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു വാണിംഗ് ഉണ്ടായിട്ടുണ്ടോ? നോ. ത്രെറ്റനില്ല. എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഫിലിമിൽ ഞാൻ കുറച്ച് ഓവർ ഗ്ലാമറായിട്ട് ചെയ്തു എന്ന് തിരുനെൽവേലി കോർട്ടിൽ കേസ് ഉണ്ടായിരുന്നു. അതൊരു 10 years ഞാൻ പോയി. ദെൻ ദേ കുഡൻറ്റ് പ്രൂവ് ഇറ്റ്. ഐ കെയിം ഔട്ട് ദാറ്റ് ഐ എം നോട്ട് എ വിക്ടിം. പക്ഷേ അപ്പോൾ ഞാൻ ബുർക്ക ഇട്ട് പോകും. കാരണം ഞാൻ പോയപ്പോൾ too many people inside, man. I'm not able to walk inside. So, too many media people and all that. അതിനു വേണ്ടി ഞാൻ ഇതിട്ടു. അപ്പോൾ അവിടെ നിന്ന് വാർണിംഗ് ആയിരുന്നു, സിനിമയിൽ നടിക്കുമ്പോൾ ഡ്രസ്സില്ലാതെ നടിച്ചിട്ട് കോട്ടതിയിൽ വരുമ്പോൾ നിങ്ങൾ എന്താ ഈ ബുർക്ക ഇട്ട് വരുന്നത്? ഐ സെഡ് ഗെറ്റ് ലോസ്, ഐ എം നോട്ട് വെയറിംഗ് ബുർക്ക. പിന്നെ നെക്സ്റ്റ് ടൈം ഞാൻ പോയി ഫുൾ മേക്കപ്പ് ഗീക്കപ്പ് അവിടെ അന്ന് നടന്നേയില്ല കോർട്ട്. റിലീജിയസ് ആണോ? അതെ. ഇതൊക്കെ പാപമാണ്, പുണ്യമാണ്, അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്? പാപം എല്ലാം സിൻസ്. വാട്ട് ടു ഡു? ഗിവ് മീ another way. I'm asking Allah, give me another way. Show me other way. Okay, ഇത് വേണ്ട, ഇതിൽ പോ എന്നൊരു വേ കാണിക്ക്. നോ വേ. ഷക്കീല ഒരു ശരീരമായി തീരുന്നു, ഒരു ആക്ട്രസിനേക്കാൾ. അതിൽ നിന്ന് എപ്പോഴെങ്കിലും രക്ഷപ്പെടണം എന്ന് ഷക്കീല ആഗ്രഹിച്ചു. My body, what nonsense you're talking? My body inside me and I act in the movie. ഷക്കീല ചെയ്ത കഥാപാത്രങ്ങളിലൂടെ
ഷക്കീല ഒരു റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ന്യൂഡായിട്ട് ഒരു സിനിമയിലും Nude അല്ല, അഭിനയിച്ചിട്ടില്ല. topless. അല്ല, ന്യൂഡായിട്ട് ഒരു സിനിമയിലും അഭിനയിച്ചു. Never, never. I've never done it. പറ്റിക്കുകയായിരുന്നു ഷക്കീലെ. നിരന്തരമായിട്ട് എങ്ങനെയാണ് ഷക്കീല പറ്റിക്കപ്പെടുക? കാലങ്ങളോളം എങ്ങനെയാണ് പറ്റിക്കപ്പെടുക? ഈ കിന്നാര തുമ്പി വന്ന ശേഷം I know what I am doing. What have I done? I have not done topless. പക്ഷേ ഇന്ന് ഷക്കീല എന്ന വ്യക്തി ഇവിടെ വന്ന് ഇരിക്കുന്നതിന്റെ കാരണം ഇന്നും ഷക്കീല എന്ന വ്യക്തി പറയുന്നത് കേൾക്കാൻ മലയാളികളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് പുരുഷന്മാർ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ജനകീയ കോടതിയിൽ ഷക്കീല വന്നിരിക്കുന്നത്. മലയാളികൾ മാത്രമേ ചീറ്റ് ചെയ്തിട്ടുള്ളൂ. Because I only worked in Malayalam movies. അല്ലേ? So and I said and I immediately stopped working. What more you expect me to do? കഥാബോർഡുകളുമായി വന്ന ചില സിനിമകളിൽ ഷക്കീൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് മറ്റ് എക്സ്ട്രാ ആർട്ടിസ്റ്റുകളെ തിരികെ കയറ്റി ഷക്കീലയുടെ ശരീരം എന്ന രീതിയിൽ മറ്റ് ശരീരങ്ങൾ കാണിച്ചു. ഷക്കീലയുടെ തെറ്റ്. That actually was a body double. I will not say, ma'am, I will never say that I have not done a topless scene. ഞാൻ ചെയ്തിട്ടുണ്ട്. When I was 16, 17, അപ്പോൾ എൻ്റെ അച്ഛനാണ് സംസാരിച്ചത് ആ കമ്പനിയിൽ. അവർ പറഞ്ഞു ടോപ്ലെസ്. അപ്പോൾ അച്ഛക്ക് മനസ്സിലായില്ല ടോപ്ലെസ്. അങ്ങനെ ചെയ്തത് ഒരേ ഒരു സിനിമ മാത്രം. അതിന് പിന്നെ ഐ ടോൾഡ് ഡാഡി, പ്ലീസ് ഡാഡി, നിങ്ങൾ ജസ്റ്റ് ടോക്ക് ദ സാലറി, ഡോണ്ട് ടോക്ക് എനിത്തിങ് എൽസ് ബിക്കോസ് ദേ വാണ്ട് മീ ടു വെയർ ബിക്കിനി ആൻഡ് സംടൈംസ് വിതൗട്ട് ക്ലോത്ത്സ്. Then daddy said, okay, ഞാൻ അതൊക്കെ സംസാരിക്കില്ല. So this happened in my life. അതായത് ജീവിതത്തിൽ ന്യൂഡായിട്ട് ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല. ടോപ്ലെസ്. അല്ല, ന്യൂഡായിട്ട് ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല. Never, never. I've never done it. പറ്റിക്കുകയായിരുന്നു ഷക്കീലെ. ഷക്കീലയുടെ കഥ പറയും, പക്ഷേ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്ക് കഥ മാറുന്നു. ഇതിൽ കുറച്ച് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. കോടതിയുടെ മുന്നിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഷക്കീല പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പറ്റിക്കപ്പെട്ടു എന്ന്. പക്ഷേ നിരന്തരമായിട്ട് എങ്ങനെയാണ് ഷക്കീല പറ്റിക്കപ്പെടുക? കാലങ്ങളോളം എങ്ങനെയാണ് പറ്റിക്കപ്പെടുക? When did I say continuously I got cheated? ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഈ പർട്ടിക്കുലർ ഇപ്പൊ ടോപ്ലെസ് ആയിട്ട് ഒരു സിനിമ അത് when I was 16 years. Forget it. Yes. ഈ കിന്നാര തുമ്പി വന്ന ശേഷം I know what I am doing. What have I done? I have not done topless. പക്ഷേ എൻ്റെ ചോദ്യം, ഷക്കീല ചെയ്ത മൂവീസിലൊക്കെ ഈ പറഞ്ഞ ടോപ്ലെസ് ആയിട്ടൊന്നുമില്ല. ഇന്ന് നമ്മൾ പോൺ വീഡിയോസ് കാണുമ്പോൾ ന്യൂഡായിട്ടുള്ളതും ടോപ്ലെസ് ആയിട്ടുള്ള ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഷക്കീല ചെയ്ത കഥാപാത്രങ്ങളിലൂടെ ഷക്കീല ഒരു റോങ് ആയിട്ടുള്ള ഇമേജും റോങ് ആയിട്ടുള്ള സെക്ഷുവാലിറ്റിയെക്കുറിച്ച്, സ്ത്രീ ശരീരത്തെക്കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച് റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുത്തത്. അങ്ങനെ ഇമേജ്, I don't prefer my own image. You give me a name, you name me. That is the image I am getting. And I've listened to all the movies because I still tell you I don't understand Malayalam that much. So I did, and I was never cheated all the very times. എനിക്ക് ഒരേ ഇതുണ്ട്. For one film, you ma'am, 4 days alla. For me, 1 day is enough. Because now what movies you are doing, it's not like that. Our movie was only 10 days shoot. Only 10 days shoot. So അതിൽ എൻ്റെ ഒരു ദിവസം കിട്ടിയാൽ മതി അവർക്ക്. So I come from one family entry, then they will have some fantasy, or the one man will have sex with me and the wife will come to know, they'll throw me away. ഇങ്ങനെ ആയിരിക്കും. So where that also I'm giving you something here, a content that don't allow another outsider to enter in your family. She might spoil your life. ഷക്കീല ചെയ്ത സിനിമകളിൽ ഒരു മോറൽ ഉണ്ട് എന്നാണ് ഷക്കീല പറയുന്നത്. ഒരു ഔട്ട്സൈഡർ, ഒരു അവിഹിത ബന്ധം പാടില്ല എന്നുള്ളതാണ് ഷക്കീലയുടെ ഫിലിമിന്റെ. അല്ല ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ ലോകത്തിന് മുന്നിൽ കാണിച്ചിട്ട് ഇതെല്ലാം തെറ്റാണ് എന്ന് നമ്മൾ എന്തിനാണ് 18 വയസ്സെന്ന് പറഞ്ഞൊരു ഏജ് ലിമിറ്റ് വയ്ക്കുന്നത്? 18 വയസ്സിനുള്ള താഴെയുള്ളവർ കാണാൻ പാടില്ല, A സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ XXX, XX അങ്ങനെയുള്ള മൂവീസ് കാണാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നു. എന്തിനായിരിക്കും അത്? കാരണം സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് അറിയേണ്ട സമയത്ത് ആ കാര്യങ്ങൾ ശരിയാവണ്ണം അറിയണം. നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളുടെയൊക്കെ ഒരു അരുണടങ്ങുന്ന കേരളത്തിലെ പുരുഷന്മാരെ എല്ലാവരെയും ചേർത്ത്, ഞാൻ കുറ്റമായിട്ടല്ല പറയുന്നത്, അങ്ങനെ ഒരു സൈക്കി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പുരുഷന്മാർക്ക് പ്രണയിക്കാനായിട്ട് ഒരു പ്രത്യേകതരം ശരീരം, അതായത് മെലിഞ്ഞ് ശാലീന സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് പ്രണയിക്കാൻ ഇഷ്ടം. പക്ഷേ സെക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരം ഭോഗിക്കാൻ ഇഷ്ടപ്പെടുന്നത് കുറച്ച് ഈ പറഞ്ഞതുപോലെ ശരീരമൊക്കെയുള്ള തടിയുള്ള സ്ത്രീ. ഇത് മാത്രവുമല്ല,
ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കാനാണ്, ഷക്കീലെ കാണാനാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലുള്ള പുരുഷന്മാരാവട്ടെ, എൻ്റെ സുഹൃത്തുക്കളാവട്ടെ പുരുഷന്മാരാവട്ടെ, എൻ്റെ കൊലീഗ്സ് ആവട്ടെ, എല്ലാവരെയും മുഖത്ത് ഒരു കുസൃതി ചിരി വിരിഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇവർക്കൊക്കെ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീ ഇങ്ങനെയായിരിക്കണം, പ്രണയിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കണം. പക്ഷേ അവരുടെ ഉള്ളിലുള്ള സെക്സ് സിമ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരു, ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കട്ടെ, മല്ലു ആൻറ്റി. നമ്മൾ പോൺ വീഡിയോസിൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആന്ധ്ര ആൻറ്റിയും തമിഴ് ആൻറ്റിയും പഞ്ചാബി ആൻറ്റിയും കാണുന്നില്ല, മല്ലു ആൻറ്റിയെ മാത്രമേ കാണുന്നുള്ളൂ. മല്ലു ആൻറ്റി ഷക്കീലയാണ്. അത് ഷക്കീല എന്ന് പറയുന്ന ആ പേരും ഇമേജും. Sorry, I seriously don't know about this. But it is the truth. No, I don't know. അത് സത്യമാണ്. Maybe, but what will I do? I've not asked you guys, husbands, to overlook, sex just me. മലയാളികൾ മാത്രമല്ല ഷക്കീല. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ I've done Tamil, I've done Telugu, all men are like that, yaar. അല്ല, പക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മൂവി ചെയ്ത Yeah. And all these movies were dubbed. മലയാളികൾക്ക് ഷക്കീലയുടെ ഈ ഒരു കാര്യം അറിയാൻ താല്പര്യമുണ്ട്. മലയാളികൾ എങ്ങനെയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആളുകൾ, തമിഴൻസ്, തെലുങ്കു പീപ്പിളേക്കാൾ വ്യത്യസ്തമായി സെക്സിനെ അല്ലെങ്കിൽ ഷക്കീലെ കാണുന്നത്? മലയാളിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? വാട്ട്സ് യുവർ പെർസെപ്ഷൻ? Nothing. I feel all men are same, yaar. All men are same. Whether Tamilian or Malayalam? Yeah. Even from north. All men are same. പക്ഷേ എന്നിട്ടും മലയാളത്തിൽ കൂടുതൽ സിനിമ വന്നു. But these movies were also dubbed in Telugu, Tamil, Kannada. അവിടെയും ഇത്രയും ഓടിയിട്ടുണ്ട്. Yes. സൂപ്പർ ഹിറ്റുകളായിരുന്നു. Yes. പക്ഷേ ഈ മല്ലു ആൻറ്റി ഇമേജിലൂടെ യങ്സ്റ്റേഴ്സിൻ്റെ, നോട്ട് 17, 18, 19, 20, പിന്നെ 70 വയസ്സുകളിലുള്ള ആളുകളും അവർ ഈക്വലി ഫാൻറ്റസി ചെയ്തു തുടങ്ങി നിങ്ങളുടെ ഇമേജ് എന്നുള്ളതാണ് രഞ്ജിനിയുടെ കംപ്ലൈൻറ്റ്. യു ചേഞ്ച്ഡ് ദി സെക്ഷൽ പെർസെപ്ഷൻ. So either you eat and become fat or just leave me. I can't help it. Sorry, ma'am, I'm just having fun. I can't help it. See, nothing is in my hands, okay? I never wanted this image, in fact. Personally, I didn't even know how I got this image. So stop blaming me. That was your mistake. You didn't even know what was happening to you. Yeah. അതാണ് തെറ്റ്. ആ തെറ്റ് എന്നെങ്കിലും തിരിച്ചറിഞ്ഞിരുന്നോ? അല്ലെങ്കിൽ ആ തിരിച്ചറിവിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കാൻ ഷക്കീല എന്ന വ്യക്തി, എന്ന നടി ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ വെച്ച് എനിക്ക് ചോദിക്കാനുള്ളത്. ഷക്കീല ഒരു ശരീരമായി തീരുന്നു, ഒരു ആക്ട്രസിനേക്കാൾ. അതിൽ നിന്ന് എപ്പോഴെങ്കിലും രക്ഷപ്പെടണം എന്ന് ഷക്കീല ആഗ്രഹിച്ചിരുന്നു. യു വാണ്ട് ടു ബി എൻ ആക്ട്രസ്, not a body, but you became a body, not an actress. For your kind information, okay, my body, what nonsense you're talking? My body inside me, and I've acted in the movie. I've did a sex scene. I've not shown just like a dead body lying down, show everything, and I've did a scene, yaar. I've acted as if I'm making love to a person. So isn't that acting again? That's an acting. Actually അവിടെ സെക്സ് സംഭവിക്കുന്നില്ല. മാത്രമല്ല ഷക്കീല നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് അത്തരം ഒരു സീൻ ചിത്രീകരിക്കുന്നത്. തീർച്ചയായും അത് നമുക്കറിയാം. അത് അവിടെ അങ്ങനെ സംഭവിക്കാൻ ഇത്രയും പേര് ക്രൂ നിൽക്കുന്നതിന്റെ മുൻപിൽ വെച്ച് പറഞ്ഞത് അതൊരു ആക്ടിംഗ് അല്ലേ? She wants to know whether I've taken an initiative to change my image. Yourself. Why should I take that initiative? I don't But you understand. believe that is right? It's not the matter of me believing it right or not, because it's happened, it's a past. This happened in 2000 and after 2001 I've not done even one single movie like that. പക്ഷേ ഇന്ന് ഷക്കീല എന്ന വ്യക്തി ഇവിടെ വന്ന് ഇരിക്കുന്നതിന്റെ കാരണം ഇന്നും ഷക്കീല എന്ന വ്യക്തി പറയുന്നത് കേൾക്കാൻ മലയാളികളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് പുരുഷന്മാർ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ജനകീയ കോടതിയിൽ ഷക്കീല വന്നിരിക്കുന്നത്. പക്ഷേ രഞ്ജിനി, അത് ഷക്കീലയുടെ കുഴപ്പമല്ല. അല്ല, to an extent നമ്മുടെ ആളുകളുടെ ഓഡിയൻസിന്റെയും ഒരുപക്ഷെ നമ്മളടക്കമുള്ള ചാനലുകളുടെയും പെർസെപ്ഷൻ ആണത്. അതേ ഞാൻ പറഞ്ഞു. പക്ഷേ രഞ്ജിനി, ഒരു പ്രശ്നമുണ്ട്. ഷക്കീല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഷക്കീല ഛോട്ടാ മുംബൈ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴും അത് മുൻപിലേക്ക് വയ്ക്കുന്ന ഇമേജ് ആ 2000-കളിലെ 1990s-കളിലെ ആ ഇമേജിനെ തന്നെയാണ് അപ്പോഴും സെല്ല് ചെയ്യുന്നത്. Till today. ഇത് എൻ്റെ തെറ്റാ. Till today I am sitting here in this place because I was Shakila then. I'm Shakila now. How can I help it? Okay, fine. 2001 I stopped my movies, Malayalam movies, because I had an issue that one of my makeup artists saw the movie and there was no scenes of mine. Immediately that night I came back, I arranged for a press meet in Chennai on my terrace that I am not working in these movies anymore. Okay.
Yes, I've decided right in front of the media. They asked me why. Because they're cheating me here because I don't know this language and I've done those 4 days work with all sweat and blood and all that. Now nothing is there, so they're cheating me, these Malayali guys, because I don't know ഈ Malayalam. മലയാളികൾ മാത്രമേ ചീറ്റ് ചെയ്തിട്ടുള്ളൂ. Because I only worked in Malayalam movies then. Alle. So, and I said, and I immediately stopped working. What more you expect me to do? അന്യഭാഷാ നടികള് കാലങ്ങളായിട്ട് എത്രയോ പേര് ഇന്നും അഭിനയിക്കുന്നുണ്ട്. അവരാരും പൂർണ്ണമായി ഭാഷ മനസ്സിലാക്കിയിട്ടൊന്നും അല്ല അഭിനയിക്കുന്നത്. പക്ഷെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി ആ സമയത്ത് ഉണ്ടായിരുന്നു. ഡിഫറെന്റ് ലാംഗ്വേജസിൽ നിന്ന് വന്നവർ ഇവിടെ She is not of my category movies, yaar. She's done classic movies. എനിക്ക് കിട്ടിയ മൂവീസ് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പറഞ്ഞത് ഷക്കീല നമുക്ക് ഇടാം, പക്ഷേ ഫിലിമിന്റെ കളർ മാറിപ്പോവും. Isn't that more than enough for hurting a person? എൻ്റെ ഫിലിം വന്ന് you will wear towels and come and watch my movie when I'm coming in a commercial. മലയാളത്തിൽ പറയാം മാം, ആൾക്കാർ കേൾക്കട്ടെ. തലയിൽ മുണ്ട് അല്ല, അതൊരു വന്ന് എന്റെ സിനിമ hypocrisy ആണ് കണ്ടതിന് മലയാളിയുടെ. ശേഷം ഇവിടെ ഇട്ടാൽ സിനിമ മാറിപ്പോകുമെന്ന് പറഞ്ഞ സിനിമാക്കാരുണ്ട് എന്നാണ്. അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു മാഡം 2001 then why you talking about the past? നമ്മുടെ സമൂഹത്തിലുള്ള എത്രയോ കപട സദാചാരക്കാരെക്കാൾ കൂടുതൽ എത്രയോ നല്ല തെളിവാർന്നതും സത്യസന്ധയുമാണ് ഷക്കീല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നത്. ഇതിൽ വലിയ തെറ്റ് നമ്മുടെ സമൂഹത്തിന്റെയാണ്. അതിന് താഴെയുള്ള തെറ്റ് ഷക്കീലയുടെയാണ്. പിന്നത്തെ തെറ്റ് ഷക്കീലെ അഭിനയിപ്പിച്ചവരുടെ. അവര് ചെയ്ത തെറ്റ് ഇവിടെ ഷക്കീലയായിട്ട് നിൽക്കുന്നു. അല്ലല്ല, ഷക്കീലയ്ക്കും ഉണ്ട് തെറ്റ്. But it passed now. കഴിഞ്ഞു പോയ കഥയാണ്. ആ ഇമേജ് ഇപ്പോഴും ഷക്കീലയെ ഫോളോ ചെയ്യുന്നുണ്ട്. Yes. മലയാളം ഭാഷ വശമില്ലാത്തത് കൊണ്ട് പലപ്പോഴും പല കഥകളും നൂറിഞ്ചിനി- കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഷക്കീല പറഞ്ഞത് ഷക്കീല ഇത് അവസാനിപ്പിച്ചു തിരിച്ചറിഞ്ഞ അല്ല, നിമിഷം. അതിലേക്ക് ഞാൻ വരുന്നു. അതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പലപ്പോഴും ഭാഷ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവരെന്നെ പറ്റിച്ചത്. പക്ഷേ ഇവിടെ മലയാളത്തിൽ നമുക്കറിയാം അന്യഭാഷാ നടികൾ കാലങ്ങളായിട്ട് എത്രയോ പേര് ഇന്നും അഭിനയിക്കുന്നുണ്ട്. അവരാരും പൂർണ്ണമായി ഭാഷ മനസ്സിലാക്കിയിട്ടൊന്നും അല്ല അഭിനയിക്കുന്നത്. പക്ഷെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അപകടം മണക്കുന്ന സമയത്ത് തന്നെ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശാരദ ആക്ട്രസ്, അവര് മറ്റൊരു ഭാഷയിൽ നിന്ന് വന്ന Telugu ma'am, yes. തെലുഗു. സോ അങ്ങനെ ഡിഫറെന്റ് ലാംഗ്വേജസിൽ നിന്ന് വന്നവർ ഇവിടെ She is not of my category movies, yaar. She's done classic movies. എനിക്ക് കിട്ടിയ മൂവീസ് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ശരിയാണ്, കിട്ടിയ മൂവീസേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എപ്പോഴെങ്കിലും ഷക്കീല എന്ന നടി എനിക്ക് ഇതല്ലാതെ പടം അഭിനയിക്കാൻ താല്പര്യമുണ്ട് പറയാൻ പറയാലോ. ഇപ്പോഴും പറയുന്നില്ല ഷക്കീല. What? അതായത് Excuse me, I said till today they are using it on my name. I can't help it. But എനിക്ക് ആഗ്രഹമുണ്ട്. But you're a strong person. That's what I see you. Yes, I am strong. അപ്പൊ സ്ട്രോങ് ആണെന്ന് പറയാമല്ലോ. എന്താ? എനിക്ക് ഇത്തരത്തിലുള്ള മൂവീസ് അല്ല, ഞാൻ അല്ലാതെയുള്ള പടങ്ങൾ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു മാഡം 2001 then why you talking about the past? And after that imagine after 4 years 2001 എന്ന് ഞാൻ ഈ പ്രസ് മീറ്റ് നോ ഫിലിംസ് എല്ലാവരും പറഞ്ഞത് ഷക്കീല നമുക്ക് ഇടാം, പക്ഷേ ഫിലിമിന്റെ കളർ മാറിപ്പോവും. Isn't that more than enough for hurting a person? എൻ്റെ ഫിലിം വന്ന് you will wear towels and come and watch my movie when I'm coming in a commercial. മലയാളത്തിൽ പറയാം മാം, ആൾക്കാർ കേൾക്കട്ടെ. തലയിൽ മുണ്ട് അല്ല, അതൊരു വന്ന് എന്റെ സിനിമ hypocrisy ആണ് കണ്ടതിന് മലയാളിയുടെ. ശേഷം ഇവിടെ ഇട്ടാൽ സിനിമ മാറിപ്പോകുമെന്ന് പറഞ്ഞ സിനിമാക്കാരുണ്ട് എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, നമ്മൾ മലയാളികളായിട്ടുള്ള പുരുഷന്മാര് ഈ പറഞ്ഞ മധ്യവയസ്സിലേക്ക് എത്തിയ പല പുരുഷന്മാരും വലിയ വീരസ്യങ്ങളൊക്കെ മുന്നിൽ പറയുമെങ്കിലും ഈ പറഞ്ഞ പോലെ തലയിൽ മുണ്ടിട്ട് ഇത്തരത്തിലുള്ള സിനിമകൾ കാണാനായിട്ട് പോയിട്ടുണ്ട്. ഷക്കീലയുടെയും സിനിമകൾ കാണാനായിട്ട് പോയിട്ടുണ്ട്. ഷക്കീലയുടെ സിനിമ മാത്രമേ കാണാൻ പോയിട്ടുണ്ട്. അല്ല അതിനുശേഷം ആ ട്രെൻഡില് ചില നടികളൊക്കെ വന്നു മലയാളത്തില്. മറിയ, രേഷ്മ, അതൊക്കെ എന്റെ ടൈം ആയിരുന്നു. ആ സമയത്ത് അതാണ് എന്റെ ചോദ്യം. മറിയയും ഈ രേഷ്മയും പോലെയുള്ളവരെ ഈ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ അവരെ വീണ്ടും സസ്റ്റെയിൻ ചെയ്യാൻ നിർത്തുകയോ ചെയ്തത് ഷക്കീലയാണ്. ഷക്കീലയുടെ ഇമേജാണ്. ഷക്കീല വന്ന സിനിമയുടെ ക്യാരക്ടറാണ്. അങ്ങനെ ഏതെങ്കിലും ഇത്തരത്തിൽ ഫിലിമിലേക്ക് ചിലരെയെങ്കിലും കൊണ്ടുവരേണ്ടി വന്നു അല്ലെങ്കിൽ അവർ അതിലേക്ക് വരുന്നതിന് കാരണമായി എന്ന് തോന്നുന്നുണ്ടോ? You made the way trendsetter. See. I am doing one character in that movie. I don't know anybody else. So when I go into the spot, I'm seeing Maria, a new girl, a very good-looking woman. I appreciated her. So imagine I do 10 naalde shooting. I have given you only 2 days. Maria will be there for 8 days. Reshma will be there for 5 days. So I'm only there for 2 days. The other things they only act. ഈ മരിയും രേഷ്മയും ഒക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു. സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു.
I was stupid then. People tell me wrong things, so I used to fight with Maria. But then we became friends. പിന്നീട് ഇവരെ ഒരു സെക്സ് റാക്കറ്റിന്റെ ഭാഗമായി എന്തോ അറസ്റ്റ് ചെയ്തു. Yes, I came to know and I saw the video and I really felt bad. I believe if that video you still have, you can, because I heard that policeman asking Reshma, "Ninde suhurthu evade Shakila?" ആ That ചോദിച്ചു. was so bloody bad. So should I blame Malayalam police? You should Or- blame. I've been keeping quiet all this You while. should blame. Because I don't want to that is why I don't interfere in anything. So I keep away myself. I felt so very bad. ഒരു പ്രത്യേക കാര്യമുണ്ട്. ഷക്കീല അത്തരത്തിലുള്ള ശരീര പ്രദർശനമുള്ള സിനിമകൾ ചെയ്തത് കൊണ്ട് തന്നെ ഷക്കീലയ്ക്ക് അങ്ങനെ ഒരു ഇമേജ് വന്നതുകൊണ്ട് തന്നെയാണ് ഷക്കീലയുടെ അടുത്ത് ഷക്കീല പണത്തിന് വേണ്ടി സെക്സ് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എത്രയോ സ്ത്രീകൾ നടികളുണ്ട്. അങ്ങനെ ഒരു ഇമേജ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ളവരടുത്ത് പോകുന്നുമില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളും നമ്മൾ നടിയാണെങ്കിൽ ചെയ്യുന്ന അഭിനയവും സെലക്ട് ചെയ്യുന്ന സിനിമകളും നമ്മൾ ഇടപെടുന്ന ആളുകളും ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ അടുത്തേക്ക് അത്തരം ആളുകൾ വരുന്നതിനൊരു കാരണം. അപ്പോൾ ഷക്കീല ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം ഞാൻ പറയാം, മലയാളിയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുമ്പോൾ, അതായത് എനിക്ക് വേറെ എന്തായിരുന്നു വഴി? വേറെ എത്രയോ വഴികളുണ്ട് ഷക്കീല ജീവിക്കാൻ. പക്ഷെ ആ ഒരു വഴികൾ ലക്ഷം കണ്ടെത്തണം. രൂപയ്ക്ക് പോകാതിരുന്നെങ്കിൽ അത് പണിക്ക് ഇതും പോയിരുന്നെങ്കിൽ ഒന്നുമേ സംബന്ധമില്ല. My movies are not connected with that. Of course, but The you movie line is different. And you are probably you're educated and you can even go to a work or something like that. I was interested in movies. I loved wearing short minis. I was very slim. So I loved doing that അതിൽ job by തെറ്റില്ല. then. അഭിനയിക്കുന്നതിലോ ഷോർട്ട് സ്കേർട്ട് ഇടുന്നതിലോ ബിക്കിനി ഇടുന്നതൊന്നും തെറ്റാണെന്നല്ല പറഞ്ഞേ. ഇപ്പൊ ബിക്കിനി ഇടുന്ന എല്ലാ പെൺകുട്ടികളുടെ അടുത്തും പോയിട്ട് സെക്സിന് വേണ്ടി എല്ലാവരും ചെല്ലുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇമേജ് ആണ്. How do you know that? അല്ല അങ്ങനെയല്ല ഞാൻ How do you അല്ല know that? ഞാൻ എന്റെ No, you are a woman, ma'am. We'll not discuss this because this should be discussed with a man, not by a woman. How do you know അല്ല that? നമ്മുടെ സമൂഹത്തിലുള്ള എത്രയോ കപട സദാചാരക്കാരെക്കാൾ കൂടുതൽ എത്രയോ നല്ല തെളിവാർന്നതും സത്യസന്ധയുമാണ് ഷക്കീല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കില്ലേ? 100% അംഗീകരിക്കും. ഒരു കണ്ണാടി പോലെ തെളിഞ്ഞതാണ്, ഒന്നും ബാക്കി വെച്ചിട്ടില്ല ഷക്കീല. 100% ഞാൻ അംഗീകരിക്കും. അത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഷക്കീല എന്ന സ്ത്രീയോട് വളരെയധികം ദുഃഖമുണ്ട്. ഷക്കീലയ്ക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ വന്നു എന്നുള്ളതിൽ. പക്ഷേ ഷക്കീല എന്ന സ്ട്രോങ് ആയ വുമൺ, പിന്നീട് സ്ട്രോങ് ആയ വുമൺ ഇത്തരം പ്രശ്നങ്ങളെ സമീപിച്ച രീതി, അപ്രോച്ച് ചെയ്ത രീതി ശരിയല്ല എന്നുള്ളത് മാത്രം. ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ പോൺ വീഡിയോസ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ എടുത്ത് അമർത്തി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. ഇനിയിപ്പോൾ ഷക്കീല അത്തരത്തിലുള്ള സിനിമ അഭിനയിച്ചിട്ടും കാര്യമില്ല, ആരും കാണില്ല. ഷക്കീല അഭിനയിക്കേണ്ട ആവശ്യവുമില്ല. ഷക്കീല അതിന്ന് പുറത്തേക്കും വന്നിരിക്കുന്നു. ഇതിൽ വലിയ തെറ്റ് നമ്മുടെ സമൂഹത്തിൻ്റെയാണ്. അതിന് താഴെയുള്ള തെറ്റ് ഷക്കീലയുടെയാണ്. പിന്നത്തെ തെറ്റ് ഷക്കീലയെ അഭിനയിപ്പിച്ചവരുടെയാണ്. ചെയ്ത തെറ്റ് ഇവിടെ ഷക്കീലയായിട്ട് നിൽക്കുന്നു. അല്ലല്ല, ഷക്കീലയ്ക്കും ഉണ്ട് തെറ്റ്, അവർക്കും ഉണ്ട് തെറ്റ്. ഇതിൽ 3 പാർട്ടിയുണ്ട്. ഷക്കീലയെ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്ന ആളുകൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഷക്കീലയും തെറ്റ് ചെയ്തിട്ടുണ്ട്. Again, I don't. It's a vicious circle. It's like I don't mind. Anybody can blame me because now you're sitting in front of me. I don't know, behind me, lakhs and lakhs of people blame me. I don't care. But again and again, if not in Malayalam, if I would have got those roles in Tamil or Kannada or Telugu, I would have done it. It's my bread and butter. So just stop telling me that what I did was But you mistake. have umpteen number of things to do other than gain Just bread give and me. butter. Okay, I'm just going 20 years back. Tell me, I'm an uneducated girl with no money in hand. What do you expect me to do? അല്ല, ഇത് ഈ സിനിമാ രംഗത്തേക്ക് വരുന്ന അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ നിരത്തുന്ന വാദമാണ്. ഞങ്ങൾ എന്ത് ചെയ്യാം? No, it's not an excuse. Just tell me if 20 years back, ma'am, I am here ഇപ്പൊ ഞാൻ ഒന്ന് പറയട്ടെ. I'm Shakila sitting here. Okay, forget me as a Shakila. 20 years, 25 years back when I was 15, I am ready to listen to your answer because I would let somebody else know this and stop them from going to a bad cinema. Likewise, you said. So tell me what I should be doing. അല്ല, സിനിമ തന്നെ വേണ്ടാന്ന് വെച്ച് വേറെ എന്തൊക്കെ ജോലികൾ ചെയ്യാൻ? അതല്ലേ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്. സിനിമ വിട്ടോട് അല്ലാതെ ഒരു 10th standard fail, no money at home, poverty is eating up.
അപ്പോൾ what else you expect? അല്ല, ആ പോവേർട്ടി ഉള്ള എല്ലാ സ്ത്രീകളും ഇത്തരത്തിൽ ഒരു തെറ്റ് ചെയ്യാനൊരു അവസരം കിട്ടി പിന്നെ ആ തെറ്റ് തുടർന്നു പോകുന്നു എന്ന് പറയുന്നതല്ലല്ലോ. ഇവിടെ പോവേർട്ടിയുള്ള ദാരിദ്ര്യമുള്ള ഒരുപാട് സ്ത്രീകൾ കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ജോലി വേറെ എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടും ഒരു മുറുക്കാങ്കട നടത്തിയിട്ട് പോലും കുട്ടികളെ വളർത്തുകയും വീട് കുടുംബം പോറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. Yes, yes. Very, very lovely. ഞാൻ ഒരു കാര്യം പറയട്ടെ. That was not in my position because I didn't never wanted to do it. Forget cinema. I will never go to a house and do household jobs. No. That money is not enough for my family. Yeah, you could have started a business. You could have I don't have even a penny or no food in my Once house. you got penny, you could have stopped other thing. പൈസ കിട്ടി സ്റ്റോപ്പ് ചെയ്യാൻ How did I get money? How did I get money? അല്ല ശരി, ആദ്യം 16 വയസ്സിൽ സിനിമയിൽ വന്നു, 20 വയസ്സോ അല്ലെങ്കിൽ 22 വയസ്സ് വരെ ഇത്തരം പടങ്ങൾ അഭിനയിച്ചു. ഒരു 2, 3, 10, 15 സിനിമയ്ക്ക് ശേഷം ഞാൻ ഈ ജോലി, ഈ പണി ഞാൻ നിർത്തി, ഞാൻ കുറച്ചും കൂടി മാന്യമായൊരു ജോലി ചെയ്യാൻ എനിക്ക് പണം, അത്യാവശ്യം പണം വന്നു. ചേച്ചിക്ക് പണം കൊടുത്തു എന്ന് പറഞ്ഞു, അമ്മയ്ക്ക് പണം കൊടുത്തു എന്ന് പറഞ്ഞു, ചേച്ചിയുടെ മകളെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു, ഇതെല്ലാം ചെയ്തു, അവരെല്ലാം മുതലെടുത്തു. അപ്പോൾ ഇതൊക്കെ മുതലെടുത്തപ്പോഴും അവരെന്താണ് അവരുടെയൊക്കെ കല്യാണത്തിനോ വിശേഷങ്ങൾക്കോ ഷക്കീലയുടെ മുന്നിലേക്ക് വരണ്ട എന്ന് പറഞ്ഞു. ബിക്കോസ് ഓഫ് യുവർ 5 കുട്ടികളെ ട്രാൻസ്ജെൻഡർ കുട്ടികളിൽ നിന്ന് ഇവരുടെ വലിയ സംരക്ഷണം, മനസ്സ് അവരുടെ. ഈ വലിയ മനസ്സിനെ കാണാൻ പോകാൻ പാടില്ല. ഐ റെസ്പെക്ട് യു ഫോർ ദാറ്റ്. ഈ 5 പേരെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നത് വലിയ മനസ്സാണ്. എത്രയോ പണമുള്ളവർ ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ കല്യാണങ്ങൾക്കോ ഷക്കീലയുടെ വീട്ടിലുള്ള ഫംഗ്ഷൻസിനോ ഷക്കീലയ്ക്ക് ചെല്ലാൻ പറ്റാതിരുന്നതിൽ ചെന്നാലും പണം മാത്രം നന്ദികേട് കാട്ടിയത് ഷക്കീലയോടാണ്. പക്ഷെ ഷക്കീലയുടെ ഇമേജ്, ഷക്കീല സ്വയം തിരിച്ചറിയണമായിരുന്നു. എന്റെ വീട്ടുകാരടക്കം എന്നെ പറ്റിക്കുകയാണ്, ഞാൻ ഈ കഴിഞ്ഞു പോയ കഥയാണ്. അല്ല, ഇതെല്ലാം ആ ഇമേജ് ഇപ്പോഴും ഷക്കീലയെ ഫോളോ ചെയ്യുന്നുണ്ട്. എവിടെ പോയാലും ഷക്കീല അതിന്റെ അത് എന്റെ പ്രോബ്ലം ആണോ? When I go to a court with burqa, they asking me to bloody remove it. Where I go കോടതിയിൽ പോകുമ്പോൾ വെറുതെ ഇട്ടാൽ അത് മാറ്റാൻ പറയും. കോടതിയിൽ somewhere anywhere I go, I have to cover my face. How long can I hide, man? And what is wrong with my face? No, you are beautiful. Nothing. You are beautiful. And it is my image which is following me. I can't help it, yeah. Till I die probably. I'm doing one movie called Kobra Matta in Telugu as a mother. Let's see if at least that is working out. How many movies I've done after that? Either the directors won't give me a chance, they think I can't act, or I don't understand why, because I have still the same image. നിലവിൽ ഇത്തരം സിനിമകളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സിനിമകൾ അഭിനയിക്കുകയോ ചെയ്ത നടിമാർ അവരുടെ ജീവിതം ഒരു ഘട്ടത്തിൽ സ്വയം അവസാനിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട്. Suicide. അവർക്ക് ജീവിക്കാമായിരുന്നു. എന്തായിരുന്നു സിൽക്ക് സ്മിത അന്ന് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ പറയുമായിരുന്നു സ്മിതയോട്? സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന മൊമെന്റിൽ ഒരു അഡ്വൈസ് താങ്കളോട് ചോദിച്ചിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? She will not ask me for my advice. Fine. Hypothesis. No, let's not even talk about her. അത്രയ്ക്ക് ഇഷ്ടമല്ല. അവർ എന്നെ അടിച്ചു ഷോട്ടില് അറിയാതെ. Seriously, she gave me one bloody slap, you know. I started. ഒരു ഡിസിഷൻ മാറ്റിയെടുക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഏത് ഡിസിഷൻ ആയിരിക്കും മാറ്റി? 16-ാമത്തെ വയസ്സിൽ പ്ലേ ഗേൾ എന്ന ആദ്യ തമിഴ് സിനിമയിലേക്ക് പോകാനെടുത്ത തീരുമാനമോ, അതല്ല അമ്മയോട് 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഗുജറാത്തിയോട് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തുടക്കം, ശരീരം വിൽക്കാൻ ആദ്യം തീരുമാനിക്കുന്ന നിമിഷം? നിലവിൽ ഇത്തരം സിനിമകളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സിനിമകൾ അഭിനയിക്കുകയോ ചെയ്ത നടിമാർ അവരുടെ ജീവിതം ഒരു ഘട്ടത്തിൽ സ്വയം അവസാനിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട്. Suicide. Yeah. അവർക്ക് ജീവിക്കാമായിരുന്നു. എന്തായിരുന്നു സിൽക്ക് സ്മിത അന്ന് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ പറയുമായിരുന്നത് സ്മിതയോട്? സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന മൊമെന്റിൽ ഒരു അഡ്വൈസ് താങ്കളോട് ചോദിച്ചിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? She will not ask me for my advice. Fine. Hypothesis. No, let's not even talk about her. അത്രയ്ക്ക് ഇഷ്ടമല്ല. അവർ എന്നെ അടിച്ചു ഷോട്ടില് അറിയാതെ. Seriously, she gave me one bloody slap, you know. I started crying. അത്ര അടിച്ചു. Not necessary at all. I went and asked her, how akka? അതാ ഷോട്ടിൽ വന്നിരുമെന്ന് പറഞ്ഞു അവൾ അടിച്ചു. അതിന് വേണ്ടി I don't. ഇത്തരം സിനിമകളിൽ അഭിനയിക്കാൻ വേണ്ടി വന്നുപെടുന്ന കുട്ടികളോട് എന്താണ് ഷക്കീലയ്ക്ക് പറയാനുള്ളത്? ഡോണ്ട് ഗോ എന്ന് പറയില്ലേ? Don't go എന്ന് ഞാൻ ഇപ്പോൾ പറയില്ല. Never. Because it's not a bad industry at all. Know what you're doing.
now they are very clear, they know what they are doing. Okay, they have everything recorded in their phones, so you can't bloody play with them. They are very safe. It's a good industry. ചില ആൾക്കാരുണ്ട് ടു ചീറ്റ്. ലൈഫിലൊരു റിവൈൻഡ് തന്നാൽ, ഒരു ചാൻസ് ലൈഫിൽ കിട്ടിയാൽ, റീടേക്ക് കിട്ടിയാൽ, ലൈഫിൽ ആ റീടേക്ക് എന്തായിരിക്കും? അയ്യോ, ഒന്നും വേണ്ട, നിറയെ വേണ്ട. ഐ വാണ്ട് എ ലോട്ട്. ഇതെല്ലാം തന്നെ നോ റീടേക്ക്. ഒരു ഡിസിഷൻ മാറ്റിയെടുക്കാനൊരു അവസരം കിട്ടിയാൽ ഏത് ഡിസിഷനായിരിക്കും മാറ്റുന്നത്? 16-ാമത്തെ വയസ്സിൽ പ്ലേ ഗേൾ എന്ന ആദ്യ തമിഴ് സിനിമയിലേക്ക് പോകാനെടുത്ത തീരുമാനമോ, അതല്ല അമ്മയോട് 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഗുജറാത്തിയോട് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തുടക്കം, ശരീരം വിൽക്കാൻ ആദ്യം തീരുമാനിക്കുന്ന നിമിഷമോ? ഗുജറാത്തി. Thank you, Shakila, for being open. Thank you. So, judgment. ഒരു പ്രത്യേക സ്റ്റീരിയോ ടൈപ്പ് ഇമേജിൻ്റെ ഫ്രെയിമിനകത്ത് ഫ്രീസ് ചെയ്യപ്പെട്ട ഒരു ജീവിതത്തെയാണ് നാം ഇത്രയും മണിക്കൂർ കേട്ടത്. ഇതിൻ്റെ എല്ലാം പിറകിൽ ദാരിദ്ര്യത്തിൻ്റെയും ആ കഥകളുടെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു ഒഴുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പിന്നിട്ട പാതകൾ നോക്കുമ്പോൾ പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്ന് അവർ തന്നെ സമ്മതിച്ചു. അപ്പോൾ ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? അവർക്ക് തന്നെ അവർ എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കുകയും അത് അവരുടെ തെറ്റല്ലെന്നും പറയുന്ന ആ ഒരു വിശിഷ്ട വ്യക്തിത്വത്തെ, അതിൻ്റെ നാനാവശങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക എന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. ഷക്കീലയുടെ തുറന്നു പറച്ചിലുകൾ ഈ ജനകീയ കോടതിയിൽ അവസാനിക്കുകയാണ്. സിസോ ഹേക്കള ജനകീയ കോടതി പവർഡ് ബൈ വിൻകോസ് മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി എത്താം. അതുവരെ നന്ദി, നമസ്കാരം.